ഇന്ന് രാവിലെ തന്നെ ഒരു വെയിലും വെട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അമ്മ നേരെ ഇറങ്ങും കേട്ടോ ഗാർഡനിലോട്ട്. ഗാർഡൻ എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഈ ചെടി നട്ട സ്ഥലത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഓരോ ചെടിയുടെയും പുരോഗമനം എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നോട്ടമാണ് പരിപാടി. അപ്പത്തേനും ഇത് അമ്മച്ചി എന്തോ കാര്യം ചോദിച്ചിട്ട് അമ്മ അടുത്തേക്ക് പോയേ. നമ്മുടെ വീട്ടിൽ ഈ ഒരു ഡാലിയ കണ്ടോ, ഇതിന് നിറച്ച് ഇതളുകൾ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു മരത്തിലെ ഡാലിക, അതായത് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിലെ ഡാലികയ്ക്ക് കളറിലും വ്യത്യാസമുണ്ട്. ചെറിയൊരു ഷെയ്ഡ് ഫെയർ ആണ്. അതിൻ്റെ പോലെ തന്നെ ഇതളുകളും കുറവാണേ. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരേ കളറാണെങ്കിലും ഇതളുകളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞ ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റേ ഈ ഒരു ഷെയ്ഡ് ഡാലിയയും കൂടെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതളുകൾ. എനിക്കിതിൻ്റെ കളറാണ് വലിയൊരു താല്പര്യമില്ലാത്തത്. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പുഴു പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലുമായിട്ട് പുഴു ഇരിപ്പുണ്ടായിരിക്കും. അതിനെയൊന്ന് നോക്കണം. ഇതെല്ലാം അമ്മ നട്ടിരിക്കുന്ന ഇഞ്ചികളാണ്. കുറേ ദിവസങ്ങളിലായിട്ട് നട്ടതായിരുന്നു. എല്ലാം നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തിരിക്കുമായിരുന്നേ. ഇപ്പോൾ വെയിലും വെട്ടമൊക്കെ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയതാണ്. പിന്നെ ചാക്കിലല്ലാതെ നിലത്ത് നട്ടിട്ടുണ്ട്. നമ്മൾ മുറ്റമടിച്ചതിന് ശേഷമുള്ള ചപ്പൊക്കെ അങ്ങോട്ടാണ് കൊണ്ടിരുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അപ്പോൾ അതുങ്ങളെ വിറ്റ് അതിനെയാണ് ഗുഡ്സിനകത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ പുതിയ കുറേ റോസാകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ പൂവ് കാണാൻ വേണ്ടി. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണേ. നിറച്ച് മുട്ടുകളും ഉണ്ട്. ഇനിയിപ്പോൾ റോസയുടെ സമയമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ മിക്കവരുടെയും വീട്ടിൽ മഴ സമയത്ത് ഭിത്തിയെ കൂടെ കാണുമല്ലോ ഈ ഒരു പൂവ്. നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ 3 ഷെയ്ഡ് കളറുകളുണ്ട്. ഞാൻ ഇന്നാണ് അത് ശരിക്കും മനസ്സിലാക്കിയത്. നീല കൂടാതെ ഇവിടെ വേറൊരു കളറ്. ഇതിൻ്റെ പൂവ് പൊഴിഞ്ഞു പോയി കേട്ടോ. എനിക്കതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇന്നലെ വരെ പൂവുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പൂവ് കൊഴിഞ്ഞു പോയി. ഇതാ കാണുന്ന ഇതള് കണ്ടോ, ആ ഒരു കളറ് പൂവായിരുന്നു. പിന്നെ ഈ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമില്ലേ? ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല.